ഹലോ. അപ്പോൾ ഇന്നൊരു ഇടിച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഇടിച്ചക്ക കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കത്തി കുറച്ച് ഷാർപ്പ് കമ്മിയാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്ത് 2 കഷ്ണമാക്കി. ഇനി അതിൽ പകുതി എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കരുകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചതച്ചെടുക്കാനുള്ള ഇതായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ അത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിമുളക് കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഈസിയായിട്ട് വേഗം ഉണ്ടാക്കാം ഇതാണ് ഉപ്പേരിയാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പുളിങ്ങയും ചെറിയ ഉള്ളിയും കാന്താരിമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് അമ്മിയുമ്പോൾ അരച്ചൊരു സമ്മന്തി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ അത് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഉള്ളി നേരേക്കാം. അപ്പോൾ കുറച്ചൊരു 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ എടുത്തിരിക്കുന്നത്. അതൊരു 4-5 കാന്താരി മുളകും കൂടെ എടുത്താൽ നമുക്ക് ഉപ്പേരിക്ക് ഉള്ളതായി. അങ്ങനെ അത് തോല് കളഞ്ഞിട്ട് അരിഞ്ഞ് എടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് കപ്പ കിട്ടിയപ്പോൾ ആ കപ്പയും ഞാൻ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വെച്ചിട്ട് അതും തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇനി പാത്രത്തിലാക്കിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ ചീഞ്ചട്ടി എണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് അതിൻ്റെ ശേഷം കഷ്ണം ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, അധികം വേവില്ല, അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി കപ്പ കുക്കറിലിട്ടിട്ടൊക്കെ ഒന്ന് 2 വിസിൽ കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഇനി ചമ്മന്തി അമ്മിയുമ്പോൾ അരച്ച് എടുക്കാം. അപ്പോൾ അതും ചമ്മന്തിയായി. ഇനി ചോറ് വിളമ്പി. അപ്പോൾ ഇതാ ചമ്മന്തിയും പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയും കപ്പ ഉപ്പേരിയും കൂടെ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ കാന്താരി മുളകിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഉള്ളിയും അമ്മിയുമ്പോൾ അരച്ച ചമ്മന്തി ആയതുകൊണ്ട് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.